അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന പരമേശ്വരൻ ശ്രീ നാരായണ ഗുരുദേവ തൃപ്പാദപാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അറിവിലുണർന്ന് അറിവിലമർന്ന് അറിവ് മാത്രമായി വിളങ്ങുന്ന ശിവഗിരിയുടെ പരമേശ്വരി ശ്രീ ശാരദാംബതൻ പാദകമലങ്ങളിലും ഈ ഭക്തദാസന്റെ സാഷ്ടാംഗ പ്രണാമം. രാമായണത്തിന്റെ പുണ്യം വിളിച്ചോതുന്ന ഒരു കർക്കിടകം കൂടി സമാഗതമായിരിക്കുന്നു. തൃപ്പങ്ങോട്ടെ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിലെ നാലമ്പല ദർശനത്തിന് ഏറെ പുണ്യം നിറഞ്ഞ ദിനങ്ങളാണ് കർക്കിടകം എന്നത്. അതേപോലെ ഔഷധ സേവയൊക്കെ നടത്താൻ ഏറ്റവും ഉത്തമമായ സുദിനങ്ങളാണ് കർക്കിടകത്തിൻ്റെ ശ്രദ്ധേയമായ പ്രത്യേകത എന്നത്. കാർഷിക വിളകളൊക്കെ പാകമാകുന്ന കാലവും കൂടിയാണ് കർക്കിടകം എന്നത്. നമ്മുടെ പൂർവികരായ അച്ഛനപ്പൂപ്പന്മാരുടെയൊക്കെ ആയുരാരോഗ്യ പരിചരണത്തിന് നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ സുലഭമായിരുന്ന ദശപുഷ്പങ്ങളാകുന്ന ഔഷധ സസ്യങ്ങളെയൊക്കെ സമൂലം സമാഹരിച്ച് ഏറെ വിശിഷ്ടമായ ഔഷധക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി സേവിക്കാറുള്ള പഞ്ഞമാസം എന്നുകൂടി അപരനാമമുള്ള ഈ കർക്കിടകത്തിൻ്റെ മഹിമയിലൂടെ കാർഷിക വിളകളുടെ വിളവെടുപ്പ് കാലമെന്ന പൊന്നിൻ ചിങ്ങത്തിൻ്റെ പൂവിളികളിലൂടെ തിരുചതയത്തിൻ്റെ അനുഗ്രഹീതമായ ആനന്ദത്തിലൂടെ കന്നിയഞ്ചിൻ്റെ ശ്രേഷ്ഠമായ പുണ്യത്തിലേക്ക് നാം നടത്തുന്ന തീർത്ഥയാത്രയാണ് ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം എന്ന ഈ ഉദ്യമം. കഴിഞ്ഞ 5 വർഷക്കാലമായി നാം ഇത് ഏറെ ഭക്തിസാന്ദ്രമായി ആചരിച്ചു പോരുന്നു. ഈ വർഷത്തെ ഈ മഹായജ്ഞാചരണം ആയത് സമാരംഭം കുറിക്കാൻ ഈ ഉള്ളവന് വളരെ അവിചാരിതമായി ലഭിച്ച ഈ സൗഭാഗ്യമെന്ന ഭഗവത് അനുഗ്രഹത്തെ ശിരസ് നമിച്ച് സ്വീകരിച്ചുകൊണ്ട് മനസ്സിലെ നിലവിളക്കില് കോടി സൂര്യ സമപ്രഭയുള്ള ദീപനാളങ്ങളെ തെളിയിച്ചുകൊണ്ട് ഈ മംഗളകർമ്മം ഗുരുക്കന്മാരുടെയും എല്ലാ ആത്മസഹോദരങ്ങളുടെയും ബാലതാരങ്ങളുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിൻ്റെ ബഹുമാന്യനായ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാറ്, ബഹുമാനപ്പെട്ട ഗുരുനാഥ ശ്രീമതി സുലേഖ ഷാജിമ, ജിജ്ഞാസുക്കളായ ആത്മസഹോദരീ സഹോദരങ്ങള്, ഗുരുദേവ കൃതികളുടെ മാധുര്യം നുകർന്ന് പാറിക്കളിച്ചു നടക്കുന്ന ചിത്രശലഭങ്ങളായ ബാലതാരങ്ങള്, ഈ ഉള്ളവനൊപ്പം ഈ കുടുംബത്തെ ശ്രേഷ്ഠമായി നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കാര്യദർശികൾ, ഏവർക്കും ഈ ഉള്ളവൻ്റെ വിനീതമായ നമസ്കാരം. മൃഗേന്ദ്രമുഖം വൃത്തത്തില് പരമാത്മസ്വരൂപനായ ഗുരുസ്വാമി തൃപാദങ്ങളാൽ വിരചിതമായ മലയാളത്തിൻ്റെ ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന മഹനീയ കൃതിയാണ് ആത്മോപദേശ ശതകം എന്നത്. യതീന്ദ്രനായ ഗുരുതൃപാദങ്ങളെ ഒരു ശാസ്ത്രകാരൻ്റെ അത്യുന്നത തലത്തിലേക്ക് കൂടി ഉയർത്തപ്പെട്ട മഹനീയ കൃതിയാണ് ആത്മോപദേശ ശതകം. ഗുരുതൃപാദങ്ങൾ ഇതിനൊരു നിഷ്കർഷ കൂടി വെച്ചിട്ടുണ്ട്. ഈ കൃതി രചിച്ച് നൽകിയിട്ട് ഗുരുതൃപാദങ്ങൾ ശിഷ്യഗണങ്ങളോട് ഒരു നിർദ്ദേശമായി പറഞ്ഞിട്ടുള്ളത്, ഈ കൃതി ആവശ്യക്കാരായിട്ടുള്ളവർ ആരാണോ അവർ വന്നു വാങ്ങേണ്ട കൃതിയാകുന്നു. ഇതൊരു കാരണവശാലും എന്നും കൊണ്ടു കൊടുത്ത് ആരെയും അടിച്ചേൽപ്പിക്കാനോ ആർക്കും കൊണ്ടു കൊടുത്ത് ആരെയും പ്രീതിപ്പെടുത്താനോ ഒന്നും നോക്കണ്ട. ആവശ്യക്കാരാരാണോ അവർ തേടി വന്നോളും, തേടി വന്ന് കൊണ്ടുപോകേണ്ടുന്ന കൃതിയാണ്. അതായത് ആവശ്യക്കാർ വന്നു വാങ്ങേണ്ടുന്ന കൃതിയാണ് ആത്മോപദേശ ശതകമെന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ മഹനീയമായ ഒരു നിർദ്ദേശവും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഹനീയമായ കൃതി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നാം ആചരിച്ചു വരുന്ന ഈ മഹായജ്ഞാചരണം നമ്മൾ ഈ വർഷവും അതിൻ്റെ സമാരംഭം ഇന്നിവിടെ കുറിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇന്നു മുതലുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ ശ്ലോകങ്ങളെ ആത്മസഹോദരങ്ങൾക്ക് മുന്നിലേക്ക്
സമർപ്പിക്കപ്പെടുമ്പോൾ, ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച കൃതികളൊക്കെ ഓരോ ശ്ലോകങ്ങളും മലമലരായിട്ട് സമർപ്പിക്കപ്പെട്ട ഓരോ കൃതികളും എല്ലാ ദിവസവും ഉള്ളത് എല്ലാ ആത്മസഹോദരങ്ങളും കേട്ട് ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ഭഗവത് അനുഗ്രഹം നേടി സായുജ്യം നേടണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ ആത്മോപദേശ ശതകത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഉദ്യമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റി സാധാരണക്കാരായ നാം ചിന്തിക്കാത്ത, അന്വേഷിക്കാത്ത ആ തലത്തിൽ നിന്നുകൊണ്ട് ആ കാരണത്തെ, ആ മഹാ അത്ഭുതത്തെക്കുറിച്ച്, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി നാം ചിന്തിക്കാത്ത, അന്വേഷിക്കാത്ത ആ കാരണമെന്ന മഹാ അത്ഭുതത്തെ, അതിനെക്കുറിച്ച്, അതായത് ഏതൊന്നിൽ നിന്നാണോ ഈ ലോകം ജാതമായത് ആ ഒന്നിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ കാരണമെന്ന മഹാ അത്ഭുതത്തെക്കുറിച്ച് ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ അന്വേഷണ ഘട്ടത്തിലുണ്ടായ ആത്മാനുഭവങ്ങളുടെ ജ്ഞാനോദയമാണ് ആത്മോപദേശ ശതകം. അറിവിലുമേറി അറിഞ്ഞിടുന്ന ആ പൊന്നു തമ്പുരാൻ ആ ജ്ഞാനോദയത്തിൻ്റെ പൊൻകിരണങ്ങളെ നൂല് ഇഴകീറി പരിശോധിച്ച് നേടിയ ആത്മാനുഭവങ്ങളെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ, 100 പദ്യങ്ങളുണ്ട്, വളരെ ബൃഹത്താണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ തൃപ്പാദങ്ങൾ അറിഞ്ഞതിൻ്റെ ആ പൊരുള് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി സാധാരണപ്പെട്ട നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പരമാവധി ക്യാപ്സ്യൂൾ എന്ന നിലയിലാക്കി, ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി അനുഗ്രഹിച്ച് അരുൾ ചെയ്ത് തന്നിരിക്കുകയാണ് സർവയതികളുടെയും ഇന്ദ്രനായ ഗുരുവര്യൻ. ആ ഗുരുവര്യൻ്റെ പുണ്യപാദങ്ങളിൽ മനമലർ കൊയ്ത് അർച്ചനാപുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആത്മോപദേശ ശതകത്തിൻ്റെ പ്രഥമ ശ്ലോകത്തെ തൃപ്പാദപാദ പത്മങ്ങളിൽ കാണിക്കയായി സമർപ്പിക്കുന്നു. ആത്മോപദേശ ശതകം, ശ്ലോകം 1. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും, കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങിയോതിടേണം, തെരുതെര വീണു വണങ്ങിയോതിടേണം. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തൻ, അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നെ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. ഒന്നാമത്തെ ശ്ലോകം മഹാഗുരു അറിവിലുമേറി, അറിവ്, നമ്മുടെ അറിവിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ കിട്ടുന്ന ആ അനുഭവത്തിലൂടെ, ആ അറിവിലൂടെ, കണ്ടും കേട്ടും ചിന്തിച്ചും മറ്റും അറിയാവുന്ന ആ അറിവുകളിലൂടെ, അതിനൊക്കെ അതീതമായിട്ട്, ആ അറിവിനൊക്കെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളെ അറിയുന്നതിന് വേണ്ടി അറിഞ്ഞിടുന്നവൻ, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ, ആ അറിഞ്ഞിടുന്നവൻ്റെ, ആ അറിയുന്നവൻ്റെ തൻ ഉരുവിലും, ആ ഉരുവിലും അകത്തും ഒത്തു പുറത്തും, തത്തുല്യമായി പുറത്തും കണ്ടും ചിന്തിച്ചും മറ്റും അറിയുന്ന ആ അറിവുകൾക്ക് അതീതമായിട്ട് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന്, ഉജ്ജ്വലിക്കുന്ന കരുവിന്, അതായത് പ്രകാശിക്കുന്ന ആത്മസത്തയെ അറിയുന്നതിനായിട്ട് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വണങ്ങി ഓതിടേണം. 5 കണ്ണുകളും, എന്താണ് കണ്ണുകൾ 5 എണ്ണം? പഞ്ചേന്ദ്രിയങ്ങളെയാണ് ഇവിടെ ഗുരു 5 കണ്ണുകളായിട്ട്, 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ആത്മാഭിമുഖമാക്കിയിട്ട്, നമ്മുടെ ആത്മാഭിമുഖം എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് തന്നെ അഭിമുഖമാക്കി, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഏകാഗ്രമാക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് തെരുതെരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതടവില്ലാതെ, യാതൊരു തരത്തിലുള്ള ഇടതടവുകളും സംഭവിക്കാതെ, തടസ്സങ്ങളും സംഭവിക്കാതെ, ധാരമുറിയാത്ത രീതിയിൽ വീണു വണങ്ങി ഓതിടേണം.
വീണു വണങ്ങി ആരെയാണ്? ഗുരുവില്, അല്ലെങ്കിൽ ആ കരുവില് സമർപ്പിതനായിട്ട് ആത്മധ്യാനം ചെയ്യണം, സ്വാധ്യായം ചെയ്യണമെന്ന് ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ സ്വാമി തൃപാദങ്ങൾ നമുക്ക് അരുൾ ചെയ്ത് തന്നിരിക്കുകയാണ്. ജിജ്ഞാസുക്കളായ ആത്മാ സഹോദരങ്ങളെ, കരുവെന്ന ആത്മസത്തെ, നിത്യമായ ഉണ്മയെന്ന ആ ആത്മസത്തെ, അത് നമ്മുടെ കരുവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ, അതിനെ ശക്തമാക്കി അറിവിലുമേറിയ അറിവിലേക്ക് കടന്നു ചെല്ലുവാൻ, കണ്ടും കേട്ടും നുണഞ്ഞും തൊട്ടും മണത്തും ചിന്തിച്ചും അറിയാവുന്ന എല്ലാം ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതിനും അപ്പുറത്തുള്ള അറിവിനെ നേടാനായിട്ട്, ആ അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയെല്ലാം, കണ്ണുകൾ 5 ഉള്ളടക്കി 5 കണ്ണുകളെയും 5 പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച്, അതാണ് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ 5 പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് വെച്ചാൽ, അത് നിയന്ത്രണാതീതമായാൽ നമുക്കതിനെ നിലയ്ക്ക് നിർത്താൻ സാധിച്ചാൽ നമ്മൾ ജയിച്ചു. ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് വലിയ കടമ്പയാണ്. ആ കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് ഗുരു പറയുകയാണ്, തെരുതെര വീണു വണങ്ങിടയണം. ആ ആത്മസത്തയെ, ആ കരുവിനെ, ആ ഗുരുവിനെ തെരുതെര വീണ്, ഒട്ടും തടസ്സമില്ലാതെ ഇടതടവില്ലാതെ ആവർത്തിച്ച് വീണു വണങ്ങി ഓതിടയണമെന്ന് പറയുകയാണ് ആത്മോപദേശ ശതകത്തിലെ ഒന്നാമത്തെ ഈ ശ്ലോകത്തിലൂടെ മഹാഗുരു. ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി ഇത് അവസാനിപ്പിക്കുന്നു. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്ജ്വലിക്കും, കരുവിനു കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെര വീണു വണങ്ങിയോതിടേണം. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികൈ നമഃ.